ദിർഹത്തിന്റെ ചിഹ്നം കീബോർഡുകളിലും സ്മാർട്ട് ഫോണുകളിലും എത്തുന്നു. പുതിയ കറൻസി ചിഹ്നം യൂണിക്കോഡ് കൺസോർഷ്യത്തിന്റെ അംഗീകാരം നേടിക്കഴിഞ്ഞു. വൈകാതെ ആപ്പിൾ ആൻഡ്രോയിഡ് ഫോണുകളിൽ ഉൾപ്പെടെ ചിഹ്നം ലഭ്യമാകും. ദിർഹത്തെ സൂചിപ്പിക്കാൻ മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ പോലും അക്കത്തിനൊപ്പം ദിർഹം എന്നോ AED എന്നോ എഴുതണം. എന്നാൽ ഇതിന് വേണ്ട. പകരം ദിർഹത്തിന്റെ സ്വന്തം ചിഹ്നം കീബോർഡുകളിൽ ഉണ്ടാകും. ഡിജിറ്റൽ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, എഴുത്തുരീതികൾ എന്നിവയ്ക്ക് ഏകീകൃത മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്ന സംഘടനയാണ് അമേരിക്കയിലെ കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യൂണിക്കോഡ് കൺസോർഷ്യം. നമ്മുടെ മൊബൈൽ കീബോർഡുകളിൽ ലഭിക്കുന്ന രൂപ, ഡോളർ തുടങ്ങിയ ചിഹ്നങ്ങളെല്ലാം ഇത്തരത്തിൽ അംഗീകരിക്കപ്പെട്ടവയാണ്. ദിർഹത്തിന്റെ പുതിയ കറൻസി ചിഹ്നം യൂണിക്കോഡ് കൺസോർഷ്യം ഔദ്യോഗികമായി അംഗീകരിച്ചു. 2026 സെപ്റ്റംബറിൽ പുറത്തിറങ്ങുന്ന യൂണിക്കോഡ് പതിപ്പ് 18.0-ൽ ചിഹ്നം ഉൾപ്പെടുത്തും. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് സെൻട്രൽ ബാങ്ക് ഓഫ് UAE ദിർഹത്തിന്റെ പുതിയ കറൻസി ചിഹ്നം അവതരിപ്പിച്ചത്. യൂണിക്കോഡിന്റെ പുതിയ പതിപ്പ് പ്രാബല്യത്തിൽ വന്നാൽ സാംസങ്, ആപ്പിൾ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് കമ്പനികളുടെ സോഫ്റ്റ്വെയറിൽ ചിഹ്നം ഉൾപ്പെടുത്താൻ കഴിയും. പുതുതായി അംഗീകരിച്ച കറൻസി ചിഹ്നവും ഡിജിറ്റൽ ദിർഹത്തിന്റെ വ്യാപനവുമാണ് UAE ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായാണ് കീബോർഡുകൾ, സ്മാർട്ട് ഫോണുകൾ, പേയ്മെന്റ് സംവിധാനങ്ങൾ, സാമ്പത്തിക പ്ലാറ്റ്ഫോമുകൾ എന്നിവയിൽ വലിയ മാറ്റങ്ങൾ നടപ്പാക്കാനുള്ള നീക്കം. സെൻട്രൽ ബാങ്ക് ഓഫ് UAEയുടെ നേതൃത്വത്തിലാണ് പദ്ധതികൾ മുന്നോട്ടു പോകുന്നത്. അക്ഷയ് പെരാവൂർ, മീഡിയ 1, ദുബൈ.